ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് വണ്ടർലാൻഡ്. ഇന്നത്തെ റെസിപ്പി പാനിൽ എങ്ങനെ പെർഫെക്റ്റായി ഒരു പിസ്സ റെഡിയാക്കി എടുക്കാം എന്നതാണ്. ഇതിനായി ഒരു ബൗളിലോട്ട് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊരു വലിയ ബൗളിലോട്ട് മാറ്റാം. പിസ്സയുടെ ഡോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇതിനായി 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മൈദ കുറേശ്ശെയായി ഇതിലോട്ട് ഇട്ട് മിക്സ് ആക്കി എടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിരിക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാം. മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കണം. അതിനായി ഇതിനു മുകളിൽ നനഞ്ഞ തുണി വിരിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെഡിയാകുമ്പോഴേക്കും ഇതിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഇതിനായി 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് പറഞ്ഞു കൊടുക്കാം. എളുപ്പം തുള്ളി റിമൂവായി കിട്ടാനാണിത്. 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്സിക്കം. ഇതെല്ലാം കൂടി ഒരു കുക്കറിലോട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചൂടാറിയതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ട് 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലോട്ട് റെഡിയാക്കി വെച്ച സോസിന്റെ അരപ്പൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായി തിളച്ചു വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം മാവിൻ്റെ കൺസിസ്റ്റൻസിയാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പകുതിയായി കട്ട് ചെയ്ത് 2 പിസയ്ക്കായി റെഡിയാക്കി എടുക്കാം. പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് എടുക്കാം.
ഒരു പാനിലോട്ട് അല്പം ഓയിൽ തടവിയതിനു ശേഷം മാവ് വെച്ച് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിലോട്ട് സോസ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഇതിലോട്ട് മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കാപ്സിക്കം വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിനു മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഗ്യാസിൽ വെച്ച് പിസ്സ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഒരു ദോശച്ചട്ടി വെച്ച് 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം അതിന് മുകളിലോട്ട് പിസ്സ പാനോട് കൂടി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം കൂടി റെഡിയാക്കാനുണ്ട്. മേൽഭാഗത്തുള്ള ചീസും കാപ്സിക്കവും റെഡിയാക്കാൻ വേണ്ടി പാനിൻ്റെ മൂടി മാറ്റി ഇതുപോലൊരു മൂടി വെച്ചതിനു ശേഷം അതിനു മുകളിലോട്ട് ചൂടായിരിക്കുന്ന ദോശച്ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ദോശച്ചട്ടിയുടെ ചൂട് കൊണ്ട് മേൽഭാഗം റെഡിയായി വന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ പാൻ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഹോം മെയ്ഡ് പിസ്സ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.